എടി അപ്പുറത്തെ വലിയൊരു പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. ഫാമിലി വല്ല ആയിരിക്കും, പോടി അവിടെ. അയ്യേ, ഫാമിലി ഒന്നല്ല, ഒരു പയ്യൻ കണ്ടാ ഒരു 26-28 വയസ്സൊക്കെ തോന്നും. സീരിയസ്ലി? ആ ഓണറോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാ വാ, കണ്ടിട്ട് എന്റെ കാര്യം. ഓടിയോ ഓടിയോ. ഇത് ഹർഷല്ലേ? ഹർഷോ? ഇവനെ വെയിറ്റ്, ലെറ്റ് മീ ഗസ്. എടി ഇവന്റെ എക്സ് അല്ലടി? എക്സും വൈ ഒന്നും അല്ല, നീ ഒന്ന് പൊടി ഇടുന്നു. പിന്നെ എടി എന്റെ ഫ്രണ്ട് തൃഷയില്ലേ, US മൈഗ്രേറ്റ് ചെയ്തേ. ഓർമ്മയില്ല, ബാക്കി പറ. അവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു ഇവൻ. ഓ അങ്ങനെ. പിന്നെ എനിക്ക് ആദ്യം അവനെ കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നു. അവൻ എന്നെയും എനിക്ക് അവനെ. എന്നിട്ടെന്താ, തുടക്കത്തിൽ എനിക്കൊരു ചെറിയ ക്രഷൊക്കെ ഉണ്ടായിരുന്നു. അതും പോയി. ഹർഷ്, താനോ? താൻ ഇവിടെ? ഞാൻ ഇവിടെയല്ലേ താമസിക്കുന്നേ. ഓ, ഞാൻ ഇന്നലെ ഇങ്ങോട്ട് മാറിയത്. ഞാൻ കണ്ടായിരുന്നു, പിന്നെ പയ്യെ കാണാൻ വിചാരിച്ചു, സമയമുണ്ടല്ലോ. അല്ല, താൻ എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഞാൻ ഇൻഫോ പാർക്കില്. ഓ, ഞാൻ വർക്ക് ഫ്രം ഹോം ആണേ. ഓ, സുഖാണല്ലോ. ഓ, വലിയ സുഖാണല്ലോ. ഇടയ്ക്കൊക്കെ നമ്മൾ ആരെങ്കിലും കാണാൻ വേണ്ടി കൊതിക്കും. എവിടെയെങ്കിലും പോവാൻ നിൽക്കാണോ? ഞാൻ ഷോപ്പിങ്ങിന് പോകാൻ നിൽക്കായിരുന്നു, പിന്നെ നിന്നെ കണ്ടപ്പോ ഇവിടെ നിന്നതാ. ഓ, എനിവേ പ്രിയാമ്പ കാണാം. നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, പഴയ കാര്യങ്ങളൊക്കെ. ഷുവർ. ബൈ. ബൈ ദെൻ. തനിക്ക് കുറച്ച് കേക്ക് ആയാലോ? ആവാം. ഓക്കെ, കം. പിന്നെന്തൊക്കെയുണ്ട്? പിന്നെന്ത്? കേക്ക് എങ്ങനെയുണ്ട്? ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ഓക്കെ. അല്ലടോ, താനും തൃശയായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? ഏയ് ഇല്ല. യു? ഞങ്ങൾ ആക്ച്വലി കോണ്ടാക്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറവാന്നേ. കാരണം US ടൈമിങ്ങിലും ഇവിടുത്തെ ടൈമിങ്ങിലും ഒക്കെ ഫോളോ അപ്പ് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടല്ലേ. ഞങ്ങളുടെ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഞങ്ങൾ അത്യാവശ്യം എഫേർട്ട് ഇട്ടായിരുന്നു ഇതൊന്ന് മര്യാദയ്ക്ക് പോകാൻ. പക്ഷെ ഒരു പോയിന്റിൽ ടൈമിങ്സും ട്രസ്റ്റ് ഇഷ്യൂസും ഒന്ന് സിങ്കാതെ വന്നപ്പോൾ വി ഇവെഞ്ച്വലി ബ്രോക്ക്. അല്ലെങ്കിലും ഈ ലോങ് ഡിസ്റ്റൻസ് ആയ റിലേഷൻഷിപ്പൊക്കെ ഇങ്ങനെ തന്നെയാണ്. എല്ലാ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും ഇങ്ങനെയല്ല കേട്ടോ. അതെന്താ, തനിക്ക് വല്ല ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ടോ? ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. A sort of just an online offline kind of a thing, you know. ഇപ്പം കംപ്ലീറ്റ് ഓഫ് ആയിന്നേ. താനും റോബിനും സ്കൂളിൽ പഠിക്കുമ്പോൾ കട്ട സീരിയസ് ആയിരുന്നല്ലോ. സീരിയസ് ആയിരുന്നു, നല്ല സീരിയസ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവൻ എന്നെ വിളിച്ചായിരുന്നു അവന്റെ കല്യാണത്തിന്. നന്നായി. അയ്യോ, എനിക്ക് കുറച്ച് ഗ്രോസറീസ് വാങ്ങാനുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഓൾറെഡി ലേറ്റ് ആയി. എന്നാ ഞാൻ ബൈ. ഹായ്, എന്താ പരിപാടി? വരുന്നോ അങ്ങോട്ട്? പിസ്സ ഓർഡർ ചെയ്യാം. ഞാൻ ആദ്യം കരുതി ഇവിടെ വരുമ്പോൾ കട്ട ബോറിങ്ങും ലോൺലിനെസ് ആയിരിക്കുന്നു. ശരിക്കും നാൻസി ഇവിടെ ഉള്ളത് എനിക്ക് നല്ല റിലീഫായിട്ടുണ്ട്. എന്നിട്ട് ആശൻ സ്കൂളിൽ നിന്ന് കൂട്ടിയിടിച്ചാൽ പോലും മൈൻഡ് ആക്കാറില്ലായിരുന്നല്ലോ. അതൊരു ചെറിയ കാര്യമാണ്. ഇപ്പോൾ ഓർക്കുമ്പോൾ ബോറ്. എന്നാ ഒന്ന് കേൾക്കണല്ലോ. അത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. അന്ന് നീ ടീച്ചറിനോട് പറഞ്ഞു എനിക്ക് അടി വാങ്ങി തന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? അതാണോ കാര്യം? അത് തന്നെ. അത് ആക്ച്വലി നിന്റെ പേര് പറഞ്ഞ ഞാനല്ല, നേഹയാ. ഞാനും അവളും ആയിരുന്നല്ലോ ക്ലാസ് ലീഡേഴ്സ്. ഓ, അതന്നേ ക്ലാരിഫൈ ചെയ്യേണ്ടതായിരുന്നല്ലേ. ഹോ, അല്ലെങ്കിലും നീ സംസാരിച്ചാലൊന്നും ഞാൻ നിന്റെ പേര് എഴുതാറില്ലായിരുന്നു. അതെന്താ, നിനക്ക് എന്നോട് വല്ല ക്രഷ് ഉണ്ടായിരുന്നു?
അതെ. ഏ ആ ടൈമില് ക്രഷായിരുന്നു. ഓ സീരിയസ്ലി? ഞാൻ അത്ര പൊളിയായിരുന്നു? പിന്നെന്ത് ചെയ്യാനാ, നീ തൃശ്ശയായിട്ട് സെറ്റായി, ഞാനാണേ റോബിനായിട്ട്. അങ്ങനെയൊക്കെ. ഫുൾ ഓഫ് മിസ്റ്ററീസ് ആണല്ലോ. എക്സാക്ട്ലി. കൈ വാഷ് ചെയ്യാൻ. there. ടവലുണ്ടോ? ഉം. ആ അത് ചെയ്യണമെന്നില്ല, ടാർഗറ്റ് ഒക്കെ നമുക്ക് നാളെ മുട്ടിക്കാം, ഉറപ്പായിട്ടും മുട്ടിക്കാം. താങ്ക്സ്. ശരി. ഇതൊന്നും അത്ര നല്ലതല്ല. എന്താ മോളെ, ഭയങ്കര ഹാപ്പി ആണല്ലോ. നിന്റെ ക്രഷ് എന്ത് പറയുന്നു? ക്രഷ് നാളെ ഒരു ഔട്ടിങ്ങിന് വിളിച്ചിട്ടുണ്ട്. യു മീൻ ഫോർ എ ഡേറ്റ്? കൈൻഡ് ഓഫ്. ഓഹോ, പൊളിച്ചു. തല നല്ലപോലെ വേർക്കുന്നുണ്ടല്ലോ. ചൂട്. ചൂടോ? അതിനിവിടെ നല്ല കാറ്റില്ലേ? ശരിയാണല്ലോ, വർക്കിൻ്റെ പ്രഷർ. വർക്ക് പ്രഷറോ ഞാൻ ഉള്ളോണ്ടോ? അതുകൊണ്ടൊന്നുമല്ല. മുഖമൊക്കെ ഒന്നായി ചുമന്ന്. ഞാൻ കാര്യം പറയാൻ പോകും. ഇപ്പൊ തനിക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇതത് തന്നെ. എടോ, നമ്മൾ കണ്ടിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. താൻ സീരിയസ് ആണോ? സീരിയസ് ആയിട്ടും. അല്ലേലും ഇതൊക്കെ നിങ്ങളുടെ സ്ഥിരം ഡയലോഗല്ലേ? ഞാൻ തൃശ്ശയായിട്ട് റിലേഷൻ ആയിരുന്നപ്പം അവൾ ഇടയ്ക്കിടയ്ക്ക് നിന്റെ കാര്യം പറയുമായിരുന്നു. ഞാനോ? പേടിക്കണ്ട, നല്ല തന്നെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈഗോ ഇഷ്യൂലായിരുന്നല്ലോ, കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അല്ലേലും നമ്മൾ കുറച്ച് പണ്ടേ ഫ്രണ്ട്സ് ആവേണ്ട ആൾക്കാരായിരുന്നു അല്ലേ? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഇത്ര കമ്പനി ആവുന്നു. അല്ലേലും ലൈഫ് എന്താ അമേസിംഗാ. ഇപ്പൊ നമ്മുടെ കാര്യം തന്നെ എടുത്തു നോക്ക്. നേരിട്ട് കണ്ടാൽ മിണ്ടാത്തവരാ. ഇപ്പൊ നോക്ക്, എനിക്ക് നിന്നോട് ക്രഷ്. നമുക്ക് നമ്മുടെ സ്കൂളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്താലോ? ഞാനും കുറച്ച് നാളായിട്ട് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ പോവാം. ഓക്കെ, സെറ്റ്. പിന്നെ ഇന്നത്തെ കുക്കിംഗ് എന്റെ വീട്ടിലാക്കിയാലോ? അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു ഉഗ്രൻ റെസിപ്പി ഉണ്ട്. അത് വേണോ? എങ്ങാനും കുക്കിംഗ് എങ്ങാനും ഫ്ലോപ്പായി എനിക്ക് നിന്നുള്ള ക്രഷ് പോയാലോ? അതുകൊണ്ട് ഫുഡിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. പിന്നെ നമുക്ക് ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്യാം. താൻ തന്നെ ചെയ്തോ. ഇന്ന് നമ്മൾ കുക്ക് ചെയ്ത് മരിക്കും. ആഹാ, എന്ത് നല്ല ആചാരങ്ങൾ. സോ ബ്യൂട്ടിഫുൾ.